ഷിജുച്ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താണെന്ന് കൂട്ടുകാരോട് പറഞ്ഞില്ല. ഇന്ന് കൂട്ടുകാരി നമ്മുടെ പിറന്നാളും കൂടിയാ. അപ്പൊ ഇന്ന് മമ്മ ഞങ്ങൾ കുറെ സാധനങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ഞങ്ങള് ക്ഷേത്രത്തിലൊക്കെ പോയി മമ്മയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു അല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് സമ്മാന പെരുമഴയാണ് അല്ലേ, സമ്മാന പെരുമഴയാണ്. അപ്പം ആ ഞങ്ങൾക്ക് കിട്ടിയ ആ സമ്മാന പെരുമഴ എന്താണെന്നൊക്കെ നിങ്ങളെയൊക്കെ കാണിച്ചു തരുന്നതാണ് അല്ലേ. നമ്മളുടെ സന്തോഷം നിങ്ങളുമായിട്ടൊക്കെ പങ്കുവയ്ക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകും കൂട്ടുകാരെ. അങ്ങനെ നമ്മളെ അമ്മയ്ക്ക് നമ്മുടെ മമ്മ അല്ലേ, അമ്മയുടെ മോള് ഒരു സാരി അയച്ചു തന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കൂട്ടുകാരെയൊക്കെ കാണിച്ചായിരുന്നു. അച്ഛന് ഡബിളും ഷർട്ടും കൂടി അയച്ചത്. അപ്പൊ അതേ കളറ് തന്നെ അയച്ചു തന്നിരിക്കുക. അപ്പൊ വിഷുക്കോടിയാണെന്നും പറഞ്ഞ അപ്പൊ പൊട്ടിക്കും. നമുക്ക് പൊട്ടിക്കാം. ഇത് ശരണ്യാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെ പൊട്ടിച്ചാ മതിയാകുമല്ലേ. സത്യം പറഞ്ഞാൽ ഇവിടെ അയച്ചു തന്നെ സാധനം പൊട്ടിക്കുന്നത് അച്ഛനും മകളും ഒക്കെയാണ്. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ പൊട്ടിക്കുന്നത് അല്ലേ. ശരിയാ, ഞാനങ്ങനെ ഈ അയച്ചു തന്നെ സാധനം ആദ്യമായിട്ട് പൊട്ടിക്കുക. അത് ശരണ്യക്ക് അച്ഛനാണ് ഇഷ്ടം പൊട്ടിക്കാൻ. ഇപ്പൊ രണ്ടും കൂടി എന്ത് ബഹളം വെച്ചാൽ അങ്ങനെയല്ല ഇങ്ങനെയാണ്. അച്ഛനില്ലാത്തോണ്ട് അച്ഛനില്ലാത്തോണ്ട് അപ്പൊ കണ്ട അമ്മക്ക് ഇല്ലാത്തൊരു കളറ് തന്നെയാണ് അല്ലേ. നല്ല ഭംഗിയുണ്ട്, നല്ല കളറാണ്. അത് പട്ട് സാരിയാണ് അല്ലേ. പൊട്ടിക്ക, കവർ കൂടെ പൊട്ടിക്ക. കവറ് കൂടി പൊട്ടിക്കണം, ഇനിയും പൊട്ടിക്കണം അല്ലേ. ഏത് പൊട്ടിക്കണത് എവിടെയാണ്? അതെങ്ങനെ കൊള്ളാല്ലേ. അടിപൊളി സാരിയാണ്. കണ്ടാ കൂട്ടുകാരെ, സൂപ്പർ സാരി. ഒന്ന് വെച്ച് നോക്കട്ടെ. അടിപൊളി സൂപ്പർ സാരിയാ. അപ്പൊ അതേ കണ്ട നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഇത് ഏകദേശം സെയിം ആയിട്ടുള്ള കളറാണ് മമ്മ അയച്ചു തന്നത്. അപ്പൊ മമ്മയ്ക്ക് നന്ദി പറയാൻ പാടില്ല, കാരണം മക്കൾ നന്ദി പറയാൻ പാടില്ല. അമ്മയ്ക്ക് വേണ്ടി അയച്ചതിന് ഒരുപാട് സന്തോഷം. നേരത്തെ ഒരു സാരി അയച്ചു തന്നായിരുന്നു. പിന്നെ അതെ സാരി കണ്ടപ്പോ ശരണ്യ അങ്ങോട്ട് ഞൊറിയാൻ തുടങ്ങി. ഇതെന്താണ് ശരണ്യ, കൊടുക്കാൻ പോണോ? കൊടുക്കാൻ പോവാ. ക്യാമറ എൻ്റെ കയ്യിലായിട്ട് തന്നേച്ച ശരണ്യതേ സാരി കണ്ടപ്പോൾ ഒരു രക്ഷയില്ല. പൊട്ടിക്കാനായിട്ടിന്ന് അവസരം കിട്ടിയില്ലല്ലോ. അപ്പം അത് കാരണം ഞൊറിഞ്ഞോണ്ടിരിക്കുകയാണ്. അതതിൻ്റെ മുന്താണിയാണല്ലേ. എൻ്റെ ശരണ്യക്ക് ദായും റായും വായൊന്നും വരികയല്ലേ ചില അക്ഷരം. അതുകൊണ്ടാണ് അല്ല കൂട്ടുകാർ ഓർക്കിയല്ലേ എന്താണ് അങ്ങനെ പറഞ്ഞെന്ന് ഓർക്കും. എന്നാ കണ്ട ഇപ്പൊ കറക്റ്റ് ആയിട്ട് വന്നു. അപ്പൊ ശരണ്യെ ഇനി ഇതുപോലെ വന്ന് മടക്കി വെക്കണമല്ല സാരി ഈ കടയിലൊക്കെ നിൽക്കുന്നവരെങ്ങനെ മടക്കണം എന്നറിയാമല്ല. അഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഒന്നും മടക്കാൻ അറിയാവാ? അറിയാവാ, ഞാനോർത്തറിയാൻ മേലത്. എന്നാ രണ്ടുപേരും കൂടി ഇത് മടക്കി വെച്ചിട്ടൊക്കെ വാ കേട്ടാ. ശരണ്യക്ക് എന്തോ വന്നിട്ടുണ്ടല്ലേ. ഇതിന്റെ ഫ്ലിപ്കാർട്ടാ? ഫ്ലിപ്കാർട്ടാണോ? ഇപ്പൊ ഫ്ലിപ്കാർട്ടിന്റെ വന്നതേ ഉള്ളു, അതുകൊണ്ടാ ചേച്ചി. ഇത് കൂട്ടുകാരെ അങ്ങനതേ അത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അടുത്ത അത് ഒരു ഐറ്റം ശരണ്യയുടെ വീടല്ലേ എന്നും പറഞ്ഞ് അടുത്തത് വന്നിട്ടുണ്ട്. ശരണ്യ അതെന്താണ് ഏകദേശം? ഒന്ന് നോക്ക്. അതെ അതെ
കത്തിരി എടുത്തിട്ടുണ്ട്. അങ്ങനെ ശരണ്യ കത്രിയൊക്കെ എടുത്തിട്ട് വന്നതേ ഒട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആകാംക്ഷയാണ് ഇതില് അല്ലേ? ശരിയല്ലേ? ചെറിയൊരു ആകാംക്ഷയുണ്ട്. ഇത് മമ്മ തന്നെ അയച്ചതാണോ? അതോ അമ്മ തന്നെ ആയിരിക്കും. അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ അഡ്രസ്. അഡ്രസ്സ് നേരാണ്, മമ്മയ്ക്ക് മാത്രമേ നമ്മൾ കൊടുത്തുള്ളായിരുന്നു. അച്ഛനുമുണ്ട്. മുണ്ടാ? ആഹാ, എന്തിയെ കാണിച്ചേ? ആ അതെ, ഈ ഇതിന് വേണ്ടി ഒരു ഡബിൾ കൂടി അയക്കുമെന്ന് പറഞ്ഞായിരുന്നു, ഷർട്ടിന് വേണ്ടി അല്ലേ? ഒരു ഡബിൾ അയച്ചായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഒരു ഇത് കൂടി കിട്ടി. ഹാഹാ, ഡബിള്. മമ്മ ഞങ്ങൾ എങ്ങനെ, വാക്കുകളില്ല മമ്മ, എങ്ങനെ അല്ലേ, എങ്ങനെ പറയണമെന്ന് അല്ലേ? കാരണം ജീവിതത്തിൽ തന്നെ ഇതൊരു ആദ്യ സംഭവമാണ് ഇങ്ങനെ ഞങ്ങൾക്ക് ഡ്രസ്സ് കിട്ടുകയെന്ന് പറയുന്നത് അല്ലേ? ഒരുപാട് നന്ദികൾ പറയുന്നു. കാരണം നന്ദി പറയാൻ പാടില്ലെങ്കിലും പറഞ്ഞു പോകും. നമ്മള് മേടിക്കണത് മക്കൾ ഓണത്തിന് മേടിക്കണ. അതെ, ഇതല്ലേ, 2 മക്കളും മേടിക്കും. ഇപ്പൊ ഒരു മകള് കൂടി മേടിച്ചു തരാനുണ്ടെന്ന്. ഒരു മകള് കൂടി മേടിച്ചു തരാനുണ്ട്. അതെ, അപ്പൊ അതേ കണ്ട അമ്മയുടെ സാരിയും ആ കണ്ട എല്ലാം ഒരേ കളറ് തന്നെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോയേക്കാം. ശരണ്യക്ക് ഇന്ന് ഇതേ അടുത്തത് വന്നിട്ടുണ്ടല്ലേ ശരണ്യ? എന്താണെന്ന് നോക്ക്. കണ്ട ശരണ്യക്ക് ഇന്ന് ഗിഫ്റ്റിന്റെ പെരുമഴയായിരുന്നു. ഇല്ലെന്നേ, ശരണ്യക്ക് ഓരോരുത്തർ ഇന്നിപ്പോ 3ാമത്തെ ഗിഫ്റ്റാണ് കിട്ടണത്. യൂട്യൂബ് ചാനലുണ്ടല്ലോ, അപ്പൊ ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന, ആമസോണിൽ നിന്ന് വന്ന ഷിജു ചാനൽ. അപ്പൊ ശരണ്യ ഒപ്പിടണം അല്ലേ? അതെ അതെ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സമ്മാന പെരുമഴ തന്നെയായിരുന്നല്ലേ? ആ ജീവിതത്തിൽ തന്നെ ആദ്യ സംഭവമാണ് ഒരു ദിവസം അല്ലേ? എന്തോ ഞങ്ങൾക്ക് തന്നെ അതിശയായി പോയല്ലേ? അമ്മ എല്ലാരും വന്നത്. അതെ, അമ്മക്ക് തന്നെ ഒരു അതിശയായി പോയല്ലേ അമ്മ? അപ്പൊ ഇന്ന് മമ്മയുടെ പിറന്നാളായിരുന്നു. പിറന്നാളായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെ, അവളെയാണെങ്കിലും സമ്മാനം നേരാ തിരിച്ച് അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ മമ്മ സ്ഥലത്തില്ല. അതുപോലെ മമ്മ ഇപ്പൊ തമിഴ്നാട്ടിലാണ്. അപ്പൊ അത് കാരണം നമുക്ക് അവിടത്തെ അഡ്രസ്സിൽ അയക്കാൻ പറഞ്ഞതാണ്. അതെ ഞങ്ങളുടെ പ്രാർത്ഥന മാത്രമേ ഉള്ളു. അതെ, അപ്പൊ അതാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന മമ്മയ്ക്ക് ഉണ്ടാകണം. മമ്മയ്ക്ക് അതെ, മമ്മയ്ക്കും മമ്മയുടെ കുടുംബത്തിനും സർവ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഒക്കെ നേരുന്നു. അതെ, അപ്പൊ ശരണ്യ ഇപ്പൊ ലാസ്റ്റ് വന്ന ഒരു ഐറ്റം അത് പൊട്ടിച്ചില്ലല്ലോ. ആ, അതെന്താണ് എന്ന് ഉള്ള ആകാംക്ഷയാണ് അടുത്തത്. അപ്പൊ മമ്മ പറഞ്ഞു വരുമെന്ന് പറഞ്ഞായിരുന്നു പോസ്റ്റ് ഓഫീസ് വഴി. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് വന്നത്. ആദ്യം വന്നത് ആമസോണിൽ നിന്നും, പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന്, ഇപ്പൊ 3ാമത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ, പൊട്ടിക്ക്. ആകാംക്ഷയോടുകൂടി അമ്മ എത്തി നോക്കുന്നു അങ്ങോട്ട്. ഞാൻ ശരണ്യം അങ്ങോട്ട് എന്താണെന്നറിയാൻ വേണ്ടി. അതെന്താ എനിക്ക് അറിയില്ല. ഞാൻ ഒന്നൂറ് ഓപ്പൺ ചെയ്യാനുണ്ട്. അടുത്തൊരു ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം. എന്താണ് അടുത്ത കവർത്തെ 3 പീസുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. നൈറ്റി. ഓ, ഇതെന്താണ്? അത് നൈറ്റി.
ഇത് ശരണ്യ. ഇത് ശരണ്യൊക്കെ ഉള്ളത് ചെറിയ നൈറ്റ്. അതെ മമ്മ പറഞ്ഞായിരുന്നു ശരണ്യയുടെ അളവിലൊക്കെ വരുമെന്ന്, പക്ഷെ നമുക്കറിയില്ല അതാണ്. ആഹാ ശരണ്യ, ശരണ്യ കുട്ടി സുന്ദരിയായില്ല അതങ്ങോട്ട് ഇട്ടപ്പോ. അമ്മയുടെ നൈറ്റ് അടുത്തത് കണ്ടോ? അതെ കണ്ടോ? ആഹാ ഇത് കണ്ടോ? ആ അതെ അതെ, ഇത് ചുരിദാർ കട്ട് നൈറ്റി. കണ്ടാ? ഓ അടിപൊളി അടിപൊളി അടിപൊളി. അല്ല ഇതും കൂടി വെച്ച് നോക്കട്ടെ. ഓ ഒന്നിന്റെ പുറത്തൊന്നായിട്ട് വെച്ച് കൊടുക്കുക. കൊള്ളാം, ഇത് അടിപൊളി, സൂപ്പർ. അമ്മക്കാണെങ്കിൽ ചുമലനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ശരണ്യ? ശരണ്യയുടെ ഒന്നുകൂടി വെച്ചേ, ഞാൻ അങ്ങോട്ട് കണ്ടില്ല നല്ല പോലെ. ശരണ്യക്ക് ഞാൻ വെച്ച് കൊടുക്കാം. ആ ശരണ്യക്ക് ഉണ്ടായിരുന്നു. ശരണ്യയുടെ ഇറക്കത്തിനാ ഇറക്കമൊന്നും കാണിച്ചു. ഇത് കണ്ട, ഇത് കണ്ട. ആ കറക്റ്റ് ഇറക്കം. അപ്പൊ അച്ഛനൊരു ഫോൺ വന്നു, എന്നാലും അത് കട്ടാക്കി. ഇപ്പൊ ഈ നേരം കണ്ട അടിപൊളി. അങ്ങനെ അതേ കണ്ട നമ്മുടെ ശരണ്യ അത് അപ്പൊ തന്നെ ഒന്ന് ഇട്ട് നോക്കി. ആ മറ്റേ ഇട്ടിരിക്കുന്ന ഉടുപ്പിന്റെ പുറത്തായിട്ട് തന്നെ കാണിച്ചേ ശരണ്യ. അടിപൊളി അടിപൊളി സൂപ്പർ അല്ലേ? എന്താ സന്തോഷം അല്ലേ? അതെ സൂപ്പറാണ് കേട്ടാ, അടിപൊളി. ഇതെങ്ങനെ സെലക്ട് ചെയ്തെന്നറിയാൻ പറ്റില്ല. അതെ കറക്റ്റ് ആയിട്ട് തന്നെയല്ല, കറക്റ്റ് അളവാണ്. ഓ ശരണ്യയുടെ ആ മുഖത്ത് ആ പുഞ്ചിരിയൊക്കെ നോക്കി. അതെ അതെ സാരി നൈറ്റിയൊക്കെ വിഷുവിന് അയച്ചു തരുമെന്ന് പറഞ്ഞായിരുന്നു. ആ ഒരുപാട് നന്ദി അങ്ങനെ പറയും. അതെ മോളോട്. അപ്പൊ ഇത് വിഷുവിന് അച്ഛനും അമ്മയൊക്കെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ അണിഞ്ഞ് വീഡിയോ ചെയ്യണമെന്നും പറഞ്ഞാണ് മമ്മ ഇതൊക്കെ അയച്ച് തന്നിരിക്കുന്നത്. ചെയ്യും. അതൊക്കെ മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ മുമ്പായിട്ട് ചെയ്യും. അതെ ശരണ്യ, ശരണ്യൊക്കെ എന്തായി? ഒത്തിരി ഇഷ്ടപ്പെട്ടല്ലേ? നല്ല കറക്റ്റ് അല്ലേ? അതെ. അപ്പം അമ്മ പറഞ്ഞായിരുന്നു ഒരെണ്ണം അടിപ്പിച്ച് നോക്കും, എന്നിട്ട് അത് അല്ലേ ശരണ്യക്ക് ചേരുമെങ്കിൽ ഒന്ന് വിളിച്ച് പറയണമെന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പം കൂട്ടുകാരെ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷം. അപ്പം അമ്മയുടെ ബർത്ത്ഡേ എല്ലാവരും മറന്നു പോകരുത്. എല്ലാവരും ഒന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം എല്ലായിടത്തും ഉത്സവവും പെരുന്നാളും എല്ലാം അല്ലേ, നോൻപ് സമയവും എല്ലാം അല്ലേ? അപ്പം എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. അതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക്